ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. വട്ടയപ്പം തയ്യാറാക്കുന്നതിനായിട്ട് ഒരു ബൗളിലേക്ക് ആദ്യമേ ഞാൻ അരിപ്പൊടിയാണ് എടുക്കുന്നത്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് അരിപ്പൊടിയാണ്. 1 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഞാൻ ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് തേങ്ങയാണ്. ചിരകിയ തേങ്ങ കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ചോറാണ്. ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. 1/2 കപ്പോളം ചോറും എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അല്പം ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഈസ്റ്റാണ്. ഇനി ഇതെല്ലാം കൂടെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അരിപ്പൊടി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറേശ്ശെ വെള്ളം നമുക്ക് ചേർത്ത് കൊടുത്ത് ഒരു മാവിൻ്റെ രൂപത്തിലാക്കിയെടുക്കാം. ഏകദേശം ദോശമാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിലേക്കായി കഴിയുമ്പോൾ 10 മിനിറ്റ് അതൊന്ന് നമുക്ക് അടച്ചു വയ്ക്കാം. ഇപ്പം 10 മിനിറ്റോളം സമയമായി. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ മാവ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മാവ് ഇവിടെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി മാവ് പുളിക്കുന്നതിനായിട്ട് കുറച്ച് നേരം ഇതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. ചൂട് കാലാവസ്ഥയാണെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് മാവ് പുളിച്ച് കിട്ടും. തണുത്ത കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ ഒരു 3 മണിക്കൂറെങ്കിലും നമുക്ക് സമയമെടുക്കും മാവ് നന്നായിട്ടൊന്ന് പുളിച്ച് കിട്ടാനായിട്ട്. ഇപ്പോൾ 1.5 മണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാവ് നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് വട്ടയപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് ഒരു 5-10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഈ സമയം വട്ടയപ്പം തയ്യാറാക്കുന്നതിനായിട്ടുള്ള പ്ലേറ്റിൽ എണ്ണയൊക്കെ ഒന്ന് പുരട്ടി ആ പ്ലേറ്റൊക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കാം. ഇപ്പോൾ മാവ് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി അത് വട്ടയപ്പം തയ്യാറാക്കുന്നതിനുള്ള പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് വെച്ചിരുന്ന പ്ലേറ്റിലേക്ക് വട്ടയപ്പത്തിൻ്റെ മാവ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു പ്ലേറ്റിൻ്റെ 1/4 ഭാഗത്തോളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ മാവ് ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു ഇഡ്ഡലി പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പ്ലേറ്റിലെ മാവ് നമുക്ക് വെച്ച് കൊടുക്കാം. ഏകദേശം 20 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് തണുക്കുന്നതിനായിട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അത് കട്ട് ചെയ്ത് കഴിച്ചാൽ മാത്രം മതി. നിങ്ങൾ കണ്ടില്ലേ, ഈ വട്ടയപ്പം തയ്യാറാക്കുന്നതിന് ഒട്ടും തന്നെ സമയം എടുത്തിട്ടില്ല. ഒരു 10 മിനിറ്റേ മാക്സിമം എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് പെട്ടെന്ന് തന്നെ നമുക്കത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒരുപാട് നേരത്തെ പണിയും ഇല്ല, പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സീ യു അഗെയിൻ. താങ്ക് യു.